ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോൾ ലാബിൻ്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന വാഹനം മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന മോഡൽ വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ് കസ്റ്റമർക്ക് ഇതിൻ്റെ മീറ്ററിൽ ട്രാൻസ്മിഷൻ വാണിംഗ് ലാമ്പ് ബ്ലിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ചില സമയത്ത് ബ്ലിങ്ക് ചെയ്യും, ചില സമയത്ത് കത്തി നിന്നിട്ടും വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവിക്കുന്നത്. ട്രാൻസ്മിഷൻ വാണിംഗ് ലാമ്പ് എന്ന് പറഞ്ഞാൽ യെല്ലോ കളറിലൊരു ഗിയറിൻ്റെ പോലത്തെ ഒരു സിമ്പിളുള്ളൊരു വാണിംഗ് ലാമ്പാണ്. ഇതിങ്ങനെ ഇടയ്ക്ക് വരും പോകും. ഇതാണ് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്. അദ്ദേഹത്തിന് ഗിയർ വീഴുന്നതിനൊന്നും ബുദ്ധിമുട്ടില്ല. നമ്മുടെ വാഹനം എന്ന് പറയുന്നത് AMT ഗിയർ ബോക്സ് ഉള്ള വാഹനമാണ്. AMT എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന മോഡൽ ഗിയർ ബോക്സ് ഉള്ള വാഹനമാണ് നമ്മുടെ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ മീറ്ററിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രബിൾ വരുമ്പോഴാണ് ഈ കോഡ് ഈ ബ്ലിങ്കിങ് വരുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസ്മിഷൻ്റെ വാണിംഗ് ലാമ്പ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ്. ചില വാഹനങ്ങൾക്ക് ഈ ഒരു ബ്ലിങ്കിങ്ങിൻ്റെ കൂട്ടത്തിൽ തന്നെ ഗിയർ വീഴാത്ത കംപ്ലയിൻ്റ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഗിയർ വീഴാത്ത ഇഷ്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല. ഈ ബ്ലിങ്കിങ്ങിൻ്റെ കേസ് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്മിഷൻ വാണിംഗ് ലാമ്പ് ഇതിൽ മിന്നുന്നത്, അതിനുള്ള കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കാണുക. ഇതിൽ AMT റിലേറ്റഡ് ആയിട്ടുള്ളൊരു കമ്പോണൻറ്റ് മാറുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാശ് നമുക്ക് ഈ വീഡിയോയിലൂടെ ലാഭിക്കാൻ പറ്റും. സാധാരണയായിട്ട് ഒരു എൻ്റയർ യൂണിറ്റ് മാറുന്ന സ്ഥലത്ത് ഒരു കമ്പോണൻറ്റ് മാറിയിട്ട് ഈ വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ് പരിഹരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മുഴുവനായിട്ടും തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ ഡയഗ്നോസിംഗ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിൽ തന്നെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി ഇന്നത്തെ ഡയഗ്നോസിംഗിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോൾ ലാബിൻ്റെ പുതിയൊരു ഡയഗ്നോസിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതിയുടെ ഡീസൽ സ്വിഫ്റ്റ് എന്ന മോഡൽ വാഹനമാണ്. ഈ വാഹനം AMT ഉള്ള വാഹനമാണ്, ഓട്ടോമാറ്റഡ് ട്രാൻസ്മിഷനുള്ള വാഹനമാണ്. കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് മീറ്ററിൽ ട്രാൻസ്മിഷൻ വാണിംഗ് ലാമ്പ് ഇടയ്ക്ക് ബ്ലിങ്ക് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. വേറെ ഗിയറിൻ്റെ ഇഷ്യൂ ഒന്നും പുള്ളിക്ക് കിട്ടിയിട്ടില്ല. ആകെ ട്രാൻസ്മിഷൻ വാണിംഗ് ലാമ്പ് ഇടയ്ക്ക് മിന്നിപ്പോവും. അപ്പോൾ ഇതാണ് കസ്റ്റമർക്ക് കിട്ടുന്ന കംപ്ലയിൻറ്റ്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു തവണ ഇതേ സെയിം കംപ്ലയിൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ DTC ക്ലിയർ ചെയ്ത് വിട്ടു, ഹിസ്റ്ററിലാണ് വരുള്ളൂ. അപ്പോൾ വീണ്ടും അതേ കംപ്ലയിൻ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്കാൻ ചെയ്തൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സ്കാൻ ടൂൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ TCMൽ ഒരു ഹിസ്റ്ററി കോഡ് കാണിക്കുന്നുണ്ട്. ട്രാൻസ്മിഷൻ കൺട്രോൾ മൊഡ്യൂളാണത്. അതിലൊരു കോഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ നേരത്ത് ആ മൊഡ്യൂളിൽ വന്നിരിക്കുന്ന DTC എന്ന് പറയുന്നത് P190F എന്ന് പറയുന്ന കോഡാണ്. അത് അക്യുമുലേറ്റർ ഫെയിൽഡ് എന്നുള്ളതാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയുന്നത്. അതായത് P190F അക്യുമുലേറ്റർ ഫെയിൽഡ്. അപ്പോൾ അക്യുമുലേറ്റർ റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു ഇഷ്യൂ നമ്മുടെ വാഹനത്തിനുണ്ട്. അക്യുമുലേറ്റർ എന്ന് പറയുന്നത് AMT യൂണിറ്റിൽ അഥവാ ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ യൂണിറ്റിലെ ഒരു ഘടകമാണ്, ഒരു പ്രധാന ഘടകമാണ്. ഈ അക്യുമുലേറ്റർ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനങ്ങളിൽ ക്ലച്ച് നമുക്ക് മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വരുന്നില്ല. പക്ഷേ ഗിയർ ബോക്സിൽ ക്ലച്ച് സിസ്റ്റം എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ ക്ലച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്നതിനും അതുപോലെ ഗിയർ എൻഗേജ് ഡിസെൻഗേജ് ഒക്കെ ചെയ്യുന്നതിനുമായിട്ടുള്ള ഹൈഡ്രോളിക് പ്രഷർ നൽകുന്നതിന്, ആ ഹൈഡ്രോളിക് പ്രഷർ സ്റ്റോർ ചെയ്ത് നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. ഈ അക്യുമുലേറ്ററിൻ്റെ അകത്തൊരു പ്രഷർ ചേമ്പർ ഉണ്ട്. അതിൽ നൈട്രജനാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അത് വെച്ചാണ് ഇതിലേക്ക് കൊടുക്കുന്ന ഓയിലിനെ പ്രഷർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പ്രഷർ കുറഞ്ഞതനുസരിച്ചിട്ട് പമ്പ് വർക്ക് ചെയ്ത് വീണ്ടും ഓയിലിനെ, അതായത് AMT ഫ്ലൂയിഡിനെ അക്യുമുലേറ്ററിനുള്ളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അക്യുമുലേറ്ററിൽ ഓൾറെഡി നൈട്രജൻ്റെ പ്രഷർ ഉള്ളതുകൊണ്ട് എപ്പോഴും ആ ഓയിൽ ഒരു പ്രഷറൈസ്ഡ് ആയിട്ട് നിൽക്കും. ആ ഓയിൽ പ്രഷർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ക്ലച്ച് പിസ്റ്റൺ മൂവ് ചെയ്യിക്കുന്നതും അതുപോലെ ഗിയർ ഇടാൻ വേണ്ടിയുള്ള പിസ്റ്റൺസും എല്ലാം വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ P190F എന്ന് പറയുന്ന അക്യുമുലേറ്റർ ഫീൽഡ് എന്ന് പറഞ്ഞ കോഡ് ഹിസ്റ്ററിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഈ കോഡ് സെയിം ആയിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. നമ്മളിത് ക്ലിയർ ചെയ്ത് പിന്നെയും കസ്റ്റമർക്ക് കൊടുത്തു വിട്ടുവാണ്, ഇനി വരുവാണെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെയും അത് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ AMTയുടെ ഹൈഡ്രോളിക് പമ്പ് മോട്ടർ ഉണ്ട്, അത് പ്രോപ്പറായിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കണം. കാര്യം ആ മോട്ടറാണ് നമ്മുടെ AMT ഫ്ലൂയിഡിനെ അക്യുമുലേറ്ററിൻ്റെ ഭാഗത്തോട്ട് പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ മോട്ടർ പ്രോപ്പർ അല്ലെങ്കിൽ പിന്നെ അവിടെ ഓയിൽ വരില്ല, പ്രഷറും ഉണ്ടാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ പിന്നെ വരാം അതിലുള്ള AMTയുടെ ഓയിൽ. ആ ഓയിലിൻ്റെ കണ്ടീഷൻ മോശമായി കഴിഞ്ഞാൽ ഓയിലിൻ്റെ വിസ്കോസിറ്റിയിലും മാറ്റം ഉണ്ടാകും. അപ്പോൾ അതും ഈ പ്രഷറിൽ വേരിയേഷനൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ വരുന്നതാണ് അക്യുമുലേറ്ററിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രഷർ റിലീസായി പോവുക, അതായത് പ്രോപ്പറായിട്ട് അതിന് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് പിടിക്കാൻ പറ്റാതെ വരിക. ആ ഒരു കണ്ടീഷനിലോട്ടൊക്കെ വരുമ്പോഴേക്കും ഇതേപോലെ എറർ വരാം. അപ്പോൾ കൂടുതലായിട്ടും ഇതിൻ്റെ അക്യുമുലേറ്ററാണ് കംപ്ലയിൻറ്റ് കണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ഇനി അക്യുമുലേറ്റർ മാറാൻ പോകുന്നതാണ്. അപ്പോൾ അക്യുമുലേറ്റർ മാറണം. നമ്മുടെ ഓയിലിൻ്റെ കണ്ടീഷൻ മോശമാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ഓയിലൊക്കെ മുഴുവനായിട്ട് ഡ്രെയിൻ ചെയ്ത് മാറ്റിയിട്ട് ഓയിലും റീപ്ലേസ് ചെയ്യും, നമ്മൾ ഈ അക്യുമുലേറ്ററും മാറും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് കൺഫർമേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രൊസീജിയർ മാരുതിയുടെ ഭാഗത്തുനിന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോർമലായിട്ട് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കിട്ടാത്തൊരു വണ്ടിയാണെങ്കിൽ ഈ ഒരു പ്രൊസീജിയറും കൂടി ചെയ്ത് നോക്കാം. നോക്കിയിട്ട്
അതിനുശേഷം നമുക്ക് കൺഫേം ആക്കണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഇഗ്നേഷൻ ഒന്ന് ഓണാക്കി ഇടുക. ഇഗ്നേഷൻ ഓണാക്കി ഇട്ടിട്ട് ന്യൂട്രലിൽ നിന്ന് ഡ്രൈവിലോട്ട് ഗിയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഡ്രൈവിൽ നിന്ന് നേരെ റിവേഴ്സിലോട്ട് ഇട്ടിട്ട് 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് റിവേഴ്സിൽ നിന്ന് വീണ്ടും ഡ്രൈവിലോട്ട് കൊണ്ടുവന്നിട്ട് 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡ്രൈവിൽ നിന്ന് ന്യൂട്രലിലോട്ടാക്കി വെയിറ്റ് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്പ് 40 തവണ 40 ടൈംസ് നമ്മൾ ചെയ്ത് നോക്കണമെന്നാണ്. അതിനുശേഷം ഒരു 1 മിനിറ്റ് നമ്മളൊന്നും ചെയ്യാതെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വാണിലാമ്പ് പിന്നെയും വന്നിട്ടുണ്ടോ നോക്കുക. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനാണ് പറയുന്നത്. ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു 1 മിനിറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഓടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓടിക്കുക. എന്നിട്ട് ഫസ്റ്റ് മുതൽ 5th വരെ ഗിയർ ചേഞ്ചിങ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമതൊന്നും കൂടി DTC ചെക്ക് ചെയ്ത് കംപ്ലയിൻറ്റ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാനാണ് ഇതിൻ്റെ പ്രൊസീജിയർ നോർമലായിട്ട് പറയണത്. ചിലപ്പോൾ നമ്മളങ്ങനെ ഓടിക്കുമ്പോൾ ചില സമയത്ത് കിട്ടാറില്ല, പക്ഷേ വണ്ടി കുറച്ചും കൂടി ഓടിക്കഴിയുമ്പോഴൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ പ്രൊസീജിയർ ഈ രീതിയിലാണ് നമ്മളോട് പറയണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അക്യുമുലേറ്റർ മാറുന്ന പ്രൊസീജിയറിലോട്ട് പോകണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കാണുന്ന DTC ക്ലിയറേജ് ചെയ്ത് കളയും. അതിനുശേഷം നമ്മൾ നമ്മുടെ AMDയുടെ ഫ്ലൂയിഡ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യണം. അതായത് തിരിച്ച് യൂണിറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഫ്ലൂയിഡും തിരിച്ച് നമ്മുടെ ടാങ്കിലോട്ട്, അതിലൊരു ഓയിൽ ടാങ്ക് ഉണ്ട്, ആ ടാങ്കിലോട്ട് തിരിച്ച് കൊണ്ടുവരണം. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് DTC കോഡൊന്ന് ക്ലിയർ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് കോഡ് ക്ലിയർ ആയിട്ടുണ്ട്, അതൊക്കെ ഓക്കെ. ഇനി നമുക്ക് അതിൻ്റെ ഡിസ്ചാർജിൻ്റെ പ്രോസസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിൽ ഓയിൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞ TCMൽ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ വഴിയാണ് നമ്മൾ ഓയിൽ ഡിസ്ചാർജ് ചെയ്യുന്നത്. അതായത് AMD യൂണിറ്റിലുള്ള ഓയിൽ മൊത്തം നമ്മൾ തിരിച്ച് ഇതിൻ്റെ റിസർവോയർ ടാങ്ക് ഉണ്ട്, ഓയിൽ ടാങ്ക്, ആ ടാങ്കിലോട്ട് തിരിച്ചു കൊണ്ടുവന്ന് കയറ്റണതാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അത് നമുക്ക് ആ പ്രൊസീജിയർ ചെയ്യാം. അത് സെലക്ട് ചെയ്തിട്ട് അത് കുറച്ച് ഫംഗ്ഷൻ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഓയിൽ ഡിസ്ചാർജ് നമ്മൾ സെലക്ട് ചെയ്തു. എല്ലാ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണേന്. അപ്പോൾ ഈ പറഞ്ഞ ഇതൊക്കെ കറക്റ്റ് പാരാമീറ്റേഴ്സൊക്കെ കറക്റ്റ് ആയിരിക്കണം. എൻജിൻ ഓഫ് ആയിരിക്കണം, ഇഗ്നിഷൻ ഓൺ ആയിരിക്കണം, ന്യൂട്രലായിരിക്കണം, ബ്രേക്ക് അപ്ലൈ ചെയ്ത് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം, ഡ്രൈവർ സൈഡ് ഡോറ് ഓപ്പൺ ആയിരിക്കണം. അതൊരു മെയിൻ ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിച്ചിട്ട് അതിൻ്റെ പ്രൊസീജിയർ ചെയ്യും. അപ്പോൾ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതായത് AMD യൂണിറ്റിൽ നിന്നുള്ളതെല്ലാം ഇപ്പോൾ റിട്ടേൺ പമ്പ് ചെയ്ത് നേരെ ടാങ്കിലോട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അതിൻ്റെ ഉള്ളിലൂടെ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബോട്ടിലോട്ടാണ് ആ ഓയിലെല്ലാം കൊണ്ടുവന്ന് തിരിച്ച് സ്റ്റോർ ചെയ്യണത്. നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണതും ഈ ബോട്ടിൽ തന്നെയാണ്. അപ്പോൾ ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്തിട്ട് താക്കോൽ ഓഫ് ചെയ്ത് ഡോർ അടക്കാൻ പാടില്ല. ഡോറ് അടക്കാതെ തന്നെ പോയിട്ട് നമ്മൾ ബാറ്ററി നെഗറ്റീവ് ടെർമിനൽ ഡിസ്കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഡോറ് സ്വിച്ചിന് ഓപ്പൺ ക്ലോസ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ആക്ടിവേഷൻ വീണ്ടും പമ്പ് വർക്ക് ചെയ്യും. അങ്ങനെ വീണ്ടും ഹൈഡ്രോളിക് ഓയിൽ യൂണിറ്റിൻ്റെ അകത്തോട്ട് പോകും. അപ്പോൾ നമ്മൾ ഇഗ്നേഷൻ ഓഫാക്കി വന്നിട്ട് ബാറ്ററി നെഗറ്റീവ് ടെർമിനൽ അടിച്ചിട്ടുണ്ട്. ഇനി പോസിറ്റീവ് കഴിക്കണം. ഈ ബാറ്ററിയുടെയും ഈ കൂളൻ ടാങ്കിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഈ AMD യൂണിറ്റ് ഇരിക്കുന്നത്, കണ്ടില്ലേ? ആ കാണുന്നതാണ് AMD യൂണിറ്റ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഊരി മാറ്റിയാലാണ് അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബാറ്ററിയും കൂളൻ ടാങ്കൊക്കെ റിമൂവ് ചെയ്ത് മാറ്റാം. അപ്പോൾ ബാറ്ററിയും കൂളൻ ടാങ്കൊക്കെ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ AMD ഒന്നും തന്നെ ഈ ക്ലച്ച് കേബിൾ, ആ ക്ലച്ച് ലിവറിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റി വെക്കണം. ഇനി അതുകൂടാണ്ട് ഈ കാണുന്ന നെറ്റ് അഴിക്കണം. ഈ കാണുന്ന ഒരു ബോൾട്ട് ഊരണം. പിന്നെ ഇതിൻ്റെ പുറകിൽ ഒരു നെറ്റ് വരുന്നുണ്ട്, ഇത് കാണുന്നത്. അപ്പോൾ അതും അഴിക്കണം. പിന്നെ ഈ AMD യൂണിറ്റിൻ്റെ ഈ കപ്ലറൊക്കെ നമ്മൾ ഡിസ്കണ്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ വയറിംഗ് ഇട്ടിരിക്കുന്ന കുറച്ച് ക്ലാമ്പ് ഉണ്ട്, അത് മാറ്റണം. പിന്നെ AMD യൂണിറ്റിൽ നിന്നൊരു വയർ ഈ കാണുന്ന സെൻസറിലേക്ക് വന്നിട്ടുണ്ട്, സ്പീഡ് സെൻസറാണ്. അപ്പോൾ അതിൽ നിന്നുള്ള കണക്ഷനും ഡിസ്കണക്ട് ചെയ്യണം. വയർ അതിൽ നിന്ന് ഊരിയാൽ മതി. ബാക്കി ഈ കാണുന്ന നമ്മുടെ പമ്പ് മോട്ടർ എന്ന് പറയുന്ന കമ്പോണൻറ്റ്. ബാക്കി മുകളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അവിടെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റിയിട്ട് ഇനി ഗിയർ ബോക്സിൻ്റെ പുറകിലൊരു ക്ലാമ്പ് വരുന്നുണ്ട്. ആ ക്ലാമ്പും കൂടി അഴിച്ച് മാറ്റണം. അത് മുകളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നെങ്കിൽ മുകളിൽ നിന്ന് തന്നെ ചെയ്യാം, ഇല്ലെങ്കിൽ അത് താഴത്തുനിന്ന് വണ്ടിയുടെ അടിയിൽ കൂടി അഴിക്കേണ്ടി വരും. അപ്പം നമ്മളതും ഇതിൽ കാണുന്ന ക്ലാമ്പാണ്, ആ കാണുന്ന ക്ലാമ്പ് നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇനി ഇത് ഊരിയെടുക്കാൻ വേണ്ടി ഇവിടെ ABSൻ്റെ 2 ബോൾട്ട് നമ്മൾ സൈഡിലത്ത് അഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ അത് പൊക്കാൻ നേരത്ത് ഇങ്ങനെ ഉടക്കും. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട്, വയറിംഗ് കിറ്റ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ഗിയർ ബോക്സ് എൻ്റെ മുകളിൽ നിന്ന് AMD യൂണിറ്റ് പുറത്തോട്ട് എടുക്കാം. നമ്മൾ AMD മോഡ്യൂൾ പുറത്തോട്ട് ഊരിയങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന സ്റ്റാൻഡ് ഇതിന് വേണ്ടിയുള്ള ഡിസൈൻ ചെയ്തേക്കുന്ന സ്റ്റാൻഡാണ്. അപ്പോൾ അതിന് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അക്യുമുലേറ്റർ എന്ന് പറയുന്ന ഭാഗം. നമ്മൾ നന്നായിട്ട് എയറൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. എയർ അടിച്ച് ക്ലീൻ ചെയ്യുക. എയർ അടിച്ച് മൊത്തം കാര്യം മണ്ണോ കാര്യങ്ങളൊന്നും ആവാൻ പാടില്ല. അപ്പോൾ എയർ അടിച്ച് മൊത്തം ക്ലീൻ ചെയ്യുക. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ ടാങ്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് അതിൽ ഓയിൽ മൊത്തം ഡ്രെയിൻ ചെയ്ത് എടുക്കണം. ഒരു കുപ്പിയിലേക്ക് ഡ്രെയിൻ ചെയ്യുകയാണ്. മുഴുവനായിട്ടും തന്നെ മാക്സിമം ഡ്രെയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഡ്രൈനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ ഒട്ടും തന്നെ ഓയിലില്ല. അപ്പോൾ കണ്ടില്ല, ഓയിലിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. അപ്പോൾ ഇത് ഏതായാലും നമ്മൾ റീപ്ലേസ് ചെയ്യും.
അപ്പോൾ ഇനി നമുക്ക് അഴിക്കാൻ പോകുന്നത് ഈ അക്യുമുലേറ്ററാണ്. അപ്പോൾ അക്യുമുലേറ്റർ അഴിക്കുന്നതിന് വേണ്ടി T70 എന്ന് പറയുന്ന ഈ ബിറ്റ് ബോക്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ടീറാഡോ വെൽഡാഡോ ഏതെങ്കിലും വെച്ചിട്ട് നമുക്കത് അഴിക്കാം. പിടിപ്പിക്കാൻ നേരത്ത് നമ്മൾ ടോർക്ക് റേഞ്ച് ഇട്ടിട്ട് 100 Nm ടോർക്കിലാണ് ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഊരി എടുക്കുക. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഓൾറെഡി പൊടിയൊക്കെ നമ്മൾ എയറടിച്ച് കളഞ്ഞിട്ടുണ്ട്, അല്ല അതിൻ്റെ ഉള്ളോട്ടൊക്കെ പോകും. അപ്പോൾ ഇതാണ് അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഫിക്സ് ചെയ്യണ ആ സ്ഥലം. ഇവിടെ അഴുക്കൊക്കെ ഉണ്ടാക്കുക, നമുക്കൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യണം. ആ ഓയിലിൻ്റെ അഴുക്കാണ്, അതൊക്കെ ക്ലീൻ ചെയ്യണം. അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അക്യുമുലേറ്റർ റീപ്ലേസ് ചെയ്യാം. ഇതാണ് അക്യുമുലേറ്ററിൻ്റെ ഉൾഭാഗം കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നൈട്രജൻ പ്രഷറൈസ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന ഒരു യൂണിറ്റാണ്. ഇത് നമുക്ക് റിപ്പയറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മളത് പിടിപ്പിക്കേണ്ട ഭാഗങ്ങളെല്ലാം ഈ കാണുന്ന സൂപ്പർ ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. മൊത്തം മാക്സിമം നീറ്റാക്കിയിട്ടുണ്ട്. അവിടെ യാതൊരു ഒന്നുമില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ പാർട്ട് നമ്പറും പ്രൈസും. 10,000 രൂപയാണ് ഈ ഒരു ഐറ്റത്തിന് മാത്രമായിട്ട് വരുന്നത്. മറ്റേത് NDR യൂണിറ്റ് ആണെങ്കിൽ 1,00,000 രൂപ അടുത്ത് 80,000 രൂപ അടുത്തൊക്കെ ഈ അസംബ്ലി ഫുൾ അസംബ്ലി മാറുമ്പോൾ ഉണ്ടാവും. അപ്പോൾ 10,000 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഐറ്റം സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ മാറാൻ സാധിക്കും. ഇവിടെ പുതിയ അക്യുമുലേറ്റർ, അതിൻ്റെ ഉള്ളിൽ വേറൊരു ഇത്തിരി വ്യത്യാസമായിട്ടുള്ളതാണ്. പഴയത് വേറൊരു ഡിസൈനാണ്, പുതിയത് വേറൊരു ഡിസൈനാണ്. അപ്പോൾ ഈ ഐറ്റമാണ് നമ്മൾക്ക് ഇനി അതിലോട്ട് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അത് പിടിപ്പിക്കുന്നതിന് മുമ്പ് ഈ കാണുന്ന ഗ്രീൻ കളർ ഓറിങ്ങിൽ നമ്മൾ ആ AMDയുടെ ഫ്ലൂയിഡിൻ്റെ ഓയിൽ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാര്യം അത് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നാണ്. അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു നമ്മൾ കറക്റ്റായിട്ട് തന്നെ അത് അതിലോട്ട് വെച്ച് പിടിപ്പിക്കുന്നതാണ്. അത് നമ്മൾ തിരിച്ച് ടൈറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ നോർമലി ഒന്ന് കൊള്ളിച്ചതിന് ശേഷം ടോർക്ക് റേഞ്ച് ഇട്ട് പിടിക്കുന്നുണ്ട്. ടോർക്ക് റേഞ്ച് നമ്മൾ 100 Nm ആണ് ഇതിൻ്റെ ടോർക്ക് പറയുന്നത്. അപ്പോൾ അത് നമ്മളതെല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ട്. ടോർക്കൊക്കെ കൊടുത്തെല്ലാം കറക്റ്റാക്കിയിട്ടുണ്ട്. അവിടെ ഇനി വേറെ കുഴപ്പമൊന്നുമില്ല. ആ ഓറിങ്ങൊക്കെ ഓയിലിടണം, അല്ലെങ്കിൽ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പൊട്ടിപ്പോയാൽ അവിടെ കൂടെ ഓയിൽ ലീക്കൊക്കെ സംഭവിക്കും. അപ്പോൾ നമ്മൾ അക്യുമുലേറ്റർ റീപ്ലേസ് ചെയ്തിട്ട് പ്രോപ്പർ ടോർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത്, നമ്മളതിൻ്റെ AMDയുടെ ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ടാങ്കിൽ നിന്ന്. അപ്പോൾ ആ ടാങ്കിലോട്ട് AMD ഫ്ലൂയിഡ് ഒഴിക്കണം. അപ്പോൾ ഇതാണ് AMD ആക്ച്വൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. 1,080 രൂപയാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഫ്ലൂയിഡ് നമുക്ക് അതിൻ്റെ ടാങ്കിലോട്ട് ഒഴിക്കാം. അപ്പോൾ അതിലൊരു ലെവലുണ്ട്, മാക്സിമം എന്ന് പറഞ്ഞാൽ ലെവൽ വരെ നമുക്കത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. AMD ഫ്ലൂയിഡ് നമുക്ക് നോക്കി അതിലോട്ട് പതിയെ ഒഴിക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ മാക്സിമം എന്ന് പറയുന്ന മാർക്കിങ്. ആ മാക്സിമം എന്ന് പറയുന്നതിൻ്റെ ആ മാർക്കിങ്ങിൻ്റെ അവിടം വരെ നമുക്കത് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ഈ ക്യാപ്പ് ക്ലോസ് ചെയ്യാം. പിന്നെ ഒരു ക്യാപ്പിലൊരു കാര്യം കൂടി ഉണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന ഗ്രീൻ ട്രാപ്പ് കണ്ടോ, ഇതൊരു ഓയിൽ ട്രാപ്പ് എന്നാണ് പറയണത്. അപ്പോൾ ഈ ഗ്രീൻ കളർ ആണെങ്കിൽ അത് നമ്മൾ നോർമലായിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പാടില്ല. അത് ബ്ലാക്ക് കളർ ആണെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്തെടുക്കാം. അതായത് നമ്മൾ ആദ്യം തന്നെ ഓയിൽ ഡ്രെയിൻ ചെയ്തില്ലേ, ആ ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് കളറാണ് ആ സാധനമെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് ഓയിൽ ഡ്രെയിൻ ചെയ്താൽ എളുപ്പം ഓയിൽ പുറത്തോട്ട് കിട്ടും. ഗ്രീൻ ആണെങ്കിൽ അത് ഊരാൻ പാടില്ല, പൊട്ടിപ്പോകും. പിന്നെ ഇതിൻ്റെ ക്യാപ്പിലൊരു എയർ ഹോൾ വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാനിലുള്ള ഓയിൽ മിനിമം ലെവലിലോട്ട് പോകും, അതുപോലെ പിന്നെ മാക്സിമം ലെവലിലോട്ട് വരും. അത് അതിൻ്റെ ഉള്ളിലത്തെ മോട്ടർ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ടാങ്കിലത്തെ ഓയിൽ AMDയുടെ ഉള്ളിലോട്ട് പോകണതും വരുന്നതും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലൊരു എയർ പ്രഷർ മൂവിങ് നടക്കും. അപ്പോൾ ഈ ക്യാപ്പ് ഫുൾ ടൈറ്റഡ് ആണ്, അതായത് എയർ പോകാത്ത രീതിയിലാണ് ഉണ്ടാക്കി വെച്ചേക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പ്രഷർ കൂടുമ്പോഴേക്കും ഈ ക്യാൻ പൊട്ടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അതിൻ്റെ ക്യാപ്പിലൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതുകൂടെ തന്നെ അതിൻ്റെ പുറത്തുകൂടി ഇടുന്ന ഒരു റബ്ബർ ബൂട്ട് ഉണ്ട്, അതിലും ആ എയർ പുറത്തോട്ട് പോകാൻ വേണ്ടിയുള്ളൊരു സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട്. അതെപ്പോഴും ഓക്കെ ആയിരിക്കണം. അപ്പോൾ നമുക്കിനി AMD യൂണിറ്റ് വാഹനത്തിലേക്ക് പിടിപ്പിക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് AMD യൂണിറ്റിൻ്റെ അടിയിൽ കൂടി നമ്മൾ നോക്കുമ്പോഴേക്കും ഇതുപോലത്തെ ഒരു വ്യൂ ആയിരിക്കണം. അതിൻ്റെ ഒരു മൂവ് ചെയ്യുന്നൊരു പീസ് ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ, അതിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ച പോലെ ആയിരിക്കണം. അതുപോലെ ഇത് ഗിയർ ബോക്സിൻ്റെ മേളിലുള്ള ഭാഗമാണ്, അത് ഈ രീതിയിലും ഇരിക്കേണ്ടത്. ഒരു റബ്ബറിൻ്റെ ഒരു ഓറിങ്ങും വരുന്നുണ്ട്, അതും പ്രോപ്പറായിട്ട് അവിടെ ഉണ്ടാവണം. കൂളൻ്റ് കിടപ്പുണ്ടാകും, നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മളെടുത്ത് മാറ്റിയിട്ട് പ്രോപ്പറായിട്ട് തന്നെ അത് കയറ്റിയിട്ടുണ്ട്. ഇത് കയറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരിടത്തും ടച്ച് ചെയ്ത് നിർത്താണ്ട് ഒറ്റയടിക്ക് തന്നെ മാക്സിമം ആ ഹോളിലോട്ട് കറക്റ്റ് ചെയ്ത് വെക്കാൻ നോക്കുക. അല്ലെങ്കിൽ രണ്ടാമത് എടുത്തിട്ട് വീണ്ടും AMDയുടെ അടിയിലത്തെ ആ പ്ലാസ്റ്റിക്കിൻ്റെ റാഡ് മാറിയിട്ടുണ്ടാകുന്ന നോക്കേണ്ടി വരും. പിന്നെ ഈ കാണുന്ന നമ്മുടെ AMDയുടെ പുറകിലത്തെ ക്ലാമ്പാണ്, അതും നമ്മൾ പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ നോർമലായിട്ട് കയറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ ബോൾട്ടും കറക്റ്റാക്കി അടിയിലത്തെ ക്ലാമ്പിൻ്റെ ഹോൾസും കൂടി മാച്ച് ആക്കിയിട്ട് വേണം ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യാൻ. ഓക്കെ, അതെല്ലാം ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഊരിയിട്ട് ആ ക്ലച്ച് കേബിള് നമ്മൾ എടുത്തിട്ട് നമ്മുടെ ക്ലച്ച് ലിവറിലോട്ട് എടുത്തിടണം. അപ്പോൾ അത് ഓക്കെയാണ്. ബോൾട്ടും നെട്ടും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ആ വയറിംഗ് കിറ്റിൻ്റെ ഊരിയ ബോൾട്ടുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഊരിയ വയറിംഗ് ഹാർനസൊക്കെ റീകണക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്. പിന്നെ അവിടെ വേറെ പ്രോബ്ലം ഒന്നുമില്ല. വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഇനി അവിടെ ഓയിൽ ലീക്ക് എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാനുള്ളൂ. ആ ABS മൊഡ്യൂളിൻ്റെ ബോൾട്ടൊക്കെ അഴിച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ തിരിച്ചു വിടും. ഊരിയെടുത്ത കാര്യങ്ങളെല്ലാം തിരിച്ചതുപോലെ തന്നെ കയറ്റിയിട്ടുണ്ട്. ഇനി
ഇനി കൂളൻ ടാങ്കും ബാറ്ററിയും ഒക്കെയാണ് പിടിപ്പിക്കേണ്ടത്. അതും നമുക്കടുത്ത് പിടിപ്പിക്കാം. അപ്പോൾ കൂളൻ ടാങ്ക് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൈപ്പ് നമ്മൾ ജസ്റ്റ് ഒരു ബ്ലോക്കാണ് ചെയ്യുന്നത്. നമ്മുടെ തെർമോസ്റ്റാറ്റിൽ നിന്ന് തന്നെ പൈപ്പ് ഇതുപോലെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇതും കറക്റ്റായിട്ട് കൊടുത്തെല്ലാം പിടിപ്പിക്കണം. പിന്നെ ഈ മെയിൻ വയറിംഗ് കിറ്റ് മീൻസ് നമ്മുടെ ബാറ്ററിയുടെ മെയിൻ ടെർമിനലൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വയറൊന്നും ഇടപെടാത്ത രീതിയിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് ഊരിയത് അതുപോലെ തന്നെ വെക്കണം. അപ്പോൾ നമ്മൾ കൂളൻ ടാങ്കും അതുപോലെ ബാറ്ററിയും അതിൻ്റെ എയർ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം തന്നെ തിരിച്ച് പഴയ പോലെ തന്നെ വെച്ചിട്ടുണ്ട്. യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. എല്ലാം നോർമലായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി നമുക്ക് ബാറ്ററി ടെർമിനലും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓയിൽ ലീക്ക് നോക്കുക എന്നുള്ളൊരു പ്രോസസ്സും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്യണം. അപ്പോൾ AMD യൂണിറ്റിൻ്റെ ഭാഗത്തുള്ള എല്ലാ കണക്ഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി വാഹനം സ്റ്റാർട്ടാക്കാം. നമുക്ക് വാഹനത്തിനകത്ത് പോയിട്ട് സ്റ്റാർട്ടാക്കി അതിൻ്റെ ഗിയർ സിസ്റ്റം ചേഞ്ചിങ് ഒക്കെ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. വാഹനം സ്റ്റാർട്ടാക്കണേണ്. ഓക്കെ, വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്. യാതൊരുവിധ കുഴപ്പവുമില്ല. ഇനി നമുക്ക് ഗിയറുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കണം. എല്ലാ ഗിയറും നോർമലായിട്ട് തന്നെ വീഴുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ് പോകാം. അതുകൂടാതെ നമ്മൾ ആദ്യം തന്നെ ജസ്റ്റ് എല്ലാ ഗിയർ പൊസിഷനുകളും എല്ലാം ചേഞ്ച് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കണേണ്. ഫസ്റ്റ് ഗിയറിലോട്ട് ഇട്ടു, ഡ്രൈവിലോട്ട് ഇട്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ റിവേഴ്സിലോട്ട് ഇടുകയാണ്. റിവേഴ്സ് ഓക്കെയാണ്. വീണ്ടും ന്യൂട്രലി ഡ്രൈവിലോട്ട് ഇട്ടു, വീണ്ടും ന്യൂട്രലിലോട്ട് വന്നു, റിവേഴ്സ് ഇട്ടു, ന്യൂട്രലിലോട്ട് വന്നു. അപ്പോൾ ഗിയർ നോർമലായിട്ടെല്ലാം വീഴുന്നുണ്ട്. ഇനി നമുക്ക് ഓടിച്ച് നോക്കണം. ഇനി നമുക്ക് സ്കാൻ ടൂൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. സ്കാൻ ടൂൾ അപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ യാതൊരുവിധ കോഡും ഇല്ല. എല്ലാം ക്ലിയർ ആണ്. നമ്മൾ റിഫ്രഷ് ചെയ്തൊക്കെ വിട്ടു. എന്നിട്ട് യാതൊരുവിധ കുഴപ്പവും നിലവിലൊന്നും തന്നെ ഒരു കോഡും തന്നെ കാണിക്കുന്നില്ല. ഡാറ്റ കാര്യങ്ങളും പരിശോധിക്കുമ്പോഴും ഡാറ്റയിലൊന്നും വേറെ പ്രോബ്ലം ആയിട്ട് ഒന്നുമില്ല. നമ്മുടെ ഓയിൽ പ്രഷറൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. 4.06 എന്നുള്ള റേഞ്ചുള്ള കാണിക്കുന്നുണ്ടാവും. അപ്പം 3 വന്നു. നമുക്ക് ഗിയറൊക്കെ ഇട്ടപ്പോഴേക്കും വീണ്ടും ഓണായി 5 ആ റേഞ്ചിലോട്ട് വന്നു. വീണ്ടും നമ്മൾ ഗിയർ അനുസരിച്ചിട്ട് വീണ്ടും പ്രഷർ കുറയും. 3 റേഞ്ചിലോട്ട് വരും. 3 വരും. വീണ്ടും മോട്ടർ വർക്ക് ചെയ്യും. വീണ്ടും 5 വരും. അപ്പോൾ മോട്ടറിൻ്റെ വർക്കിങ് കാര്യങ്ങളും എല്ലാം കറക്റ്റാണ്. അതിൻ്റെ പ്രഷർ കാണിക്കുന്നതെല്ലാം ഇപ്പോൾ ഓക്കെയാണ്. യാതൊരു പ്രോബ്ലം നിലവിൽ ഇപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് വാഹനം ടെസ്റ്റ് ഡ്രൈവ് പോകാം. ടെസ്റ്റ് ഡ്രൈവ് പോയിട്ട് എല്ലാ ഗിയറും പ്രോപ്പറായിട്ട് തന്നെ വീഴുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ ഗിയറൊക്കെ ഇട്ടതിന് ശേഷം ഒന്നും കൂടി DTC നോക്കിയതാണ്. അപ്പോൾ DTC ഒന്നുമില്ല. എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് പോകാം. ടെസ്റ്റ് ഡ്രൈവ് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ വാഹനം ടെസ്റ്റ് ഡ്രൈവ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ഗിയറും തന്നെ പ്രോപ്പറായിട്ട് തന്നെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. യാതൊരുവിധ പ്രോബ്ലവും തോന്നുന്നില്ല. വാണിംഗ് ലാമ്പ് ഒന്നും വന്നിട്ടില്ല. കസ്റ്റമർക്ക് വാണിംഗ് ലാമ്പ് ബ്ലിങ്ക് ചെയ്യുന്നുള്ള കേസ് മാത്രമേ ഉണ്ടായുള്ളൂ. അതൊന്നും വന്നിട്ടില്ല. അതെല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ വന്ന് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യാനാണ് അക്യുമുലേറ്ററിൻ്റെ അവിടെ എന്തെങ്കിലും ഓയിൽ ലീക്കോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവിടെ യാതൊരുവിധ കുഴപ്പമില്ല. എല്ലാം നോർമലായിട്ടാണ്. നമ്മൾ എങ്ങനെയാണ് പഠിപ്പിച്ചത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. യാതൊരുവിധ ഓയിൽ ലീക്കോ അങ്ങനെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ കംപ്ലയിൻറ്റ് ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഹനത്തിന് ഉണ്ടായിരുന്ന കംപ്ലയിൻറ്റ് അക്യുമുലേറ്ററിൻ്റെ ആയിരുന്നു. അപ്പോൾ അക്യുമുലേറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്തു. നമ്മുടെ വാഹനത്തിൻ്റെ കംപ്ലയിൻറ്റ് സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കംപ്ലയിൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഒരു ഫുൾ യൂണിറ്റ് മാറാതെ ചെറിയ കമ്പോണൻസ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലയിൻറ്റ് നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ ഡയഗ്നോസിംഗ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ സബ്സ്ക്രൈബ് ബട്ടൺ സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.